ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു ഫില്ലോന് കവർ തയ്ച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ നോർമലായിട്ട് തയ്ച്ചെടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കവർ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലോയുടെ വീതിക്കനുസരിച്ച് നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. എത്ര ഇഞ്ചാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് ഇതുപോലെ മടക്കിയെടുത്ത്, അപ്പോൾ നമ്മളിവിടെ കണ്ടോ, നമുക്ക് ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു കണ്ടോ ഇതുപോലെ നല്ലവണ്ണം അത് പതിച്ച് വെച്ചതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു കോണ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ആദ്യം കണ്ടോ ഇതുപോലെ നല്ല കോണൊക്കെ വരുന്ന ഭാഗത്ത് നമുക്കിതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിനെ ഈ ഒരു ഫില്ലോയെ നമുക്കിവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്ത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കണ്ടോ. ഇതുപോലെ ഈ ഒരു മാർക്കുകളെ ഒന്ന് ടച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4 ഭാഗവും നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന് തയ്ക്കാനുള്ള തുണി വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ 1 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് വേണം. പിന്നെ നമുക്ക് 1/2 ഇഞ്ച് നമുക്കൊരു എക്സ്ട്രാ ലൂസ് വേണം. അതായത് നമ്മുടെ ഫില്ലോ അളവിനേക്കാൾ നമുക്ക് അല്പം കൂടുതൽ ലൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ഫില്ലോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇത് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളിവിടെ എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് അതിൻ്റെ കൂടി ലൂസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ രണ്ടാമത് വരച്ചിൽ ആ ഒരു 1 ഇഞ്ച് മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് എല്ലാ ഭാഗവും കറക്റ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു 3 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഇതിന് അടുത്തതായിട്ടൊരു തുണി കൂടി ആവശ്യമുണ്ട്. ആ ഒരു തുണിയുടെ വീതിക്കനുസരിച്ച് നിങ്ങൾക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതിൽ നിന്ന് ഒരു പീസിൽ നിന്ന് നമ്മളിവിടെ ഈ ഒരു 3 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു പീസ് കൂടി വേണം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പീസിനേക്കാൾ ഉള്ളിലുള്ള പീസിനേക്കാൾ നമുക്ക് പുറത്തേക്ക് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു 8 ഇഞ്ചൊക്കെ വരുന്ന പീസൊക്കെ നമുക്ക് എടുക്കാം ഇവിടെ നിന്ന് കണ്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് പീസ് കിട്ടുക. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഇതിൻ്റെ ഉൾവശം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇവിടെ വെച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആദ്യം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് കുറച്ച പീസില്ലേ, നമ്മൾ 3 ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ കേട്ടോ ഉൾവശമാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു ഉൾവശത്തേക്ക് ആദ്യം ഒന്ന് ഈ ഒരു സൈഡ് നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. അതായത് നമ്മൾ 3 ഇഞ്ച് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മളൊന്ന് ഇതുപോലെ വെച്ച് മടക്കി തയ്ച്ചെടുക്കുക. ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കി തയ്ക്കാം. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇനി നമുക്ക് ആ ഒരു ചെറിയൊരു പീസില്ലേ, ആ ഒരു പീസിൻ്റെയും ഉൾവശത്തേക്ക് ഈ ഒരു ഭാഗം കേട്ടോ, ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കും. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 2 സൈഡ് നമ്മൾ മടക്കി തയ്ച്ചു. ഇനി നമുക്ക് അതിലുള്ള വലിയൊരു പീസിൽ നമ്മൾ കട്ട് ചെയ്യാത്ത പീസ് ആ ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ ഒരു ചെറിയ പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതായത് മടക്കി തയ്ച്ച ഭാഗം നമുക്ക് ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പീസിൻ്റെയും നല്ല വശവും ചീത്ത വശവും ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് നല്ല വശങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പീസിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പീസ് വരിക. അപ്പോൾ നമുക്ക് നല്ല എല്ലാ കോണുള്ള എല്ലാ ഭാഗവും നമുക്കൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ കിട്ടും പീസിനെ. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പീസുകൾ കണ്ടോ, ആ ഒരു പീസിൻ്റെ ഈ ഒരു എൻഡ് വശത്തൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു കോണിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ വരും. ഇനി നമ്മൾ ഇതുപോലെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെയാണ് വരിക രണ്ടാമത്തെ സൈഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു
നമ്മൾ മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തിൽ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഉൾവശത്തുള്ള പീസിലും ആ ഒരു മടക്ക് വരുന്ന ഭാഗത്ത്, മടക്കി തയ്ച്ചിരിക്കുന്ന ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുത്തതിന് ശേഷം റൗണ്ടിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗം വരെ ഇതുപോലെ കണ്ടോ, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വരെ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രമാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതിനെ മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. കണ്ടോ, ഇതിനെ നമുക്ക് ഉൾവശത്തേക്ക് പോകും. ഇനി നമുക്ക് നമ്മൾ ആ ഒരു ഫില്ലോയെ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പീസ് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതിനെ കവർ ചെയ്തെടുക്കാം. കേട്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്ച്ചു കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫില്ലോയുടെ കവർ കിട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം കണ്ടോ, ഉള്ളിൽ വരുന്ന ഭാഗം ഇതുപോലെ കിട്ടും. അതായത് നമ്മുടെ ആ ഒരു ഫില്ലോയെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പീസ് കൊണ്ട് കിട്ടുക. കണ്ടോ, ആ ഒരു ചെറിയ പീസ് കൊണ്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഒരു കവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ